ഹലോ, വെൽക്കം ടു ബ്ലൂം വിത്ത് ബയോ. എൻ്റെ പേര് ദിവ്യ. നീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് ഇനി എത്ര ദിവസം നീറ്റിന് ബാക്കിയുണ്ടെന്ന് അറിയാമോ? ഇനി വെറും 70 ഡേയ്സ് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പം ഇന്ന് മുതൽ ഒരു 70 ഡേയ്സ് സ്റ്റഡി പ്ലാനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു റിവിഷൻ സെക്ഷനാണ് കേട്ടോ മക്കളെ. എല്ലാവരും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവാം, 1 ഇയർ ഡ്രോപ്പ് ഔട്ട് ചെയ്ത് പഠിച്ച കുട്ടികളുണ്ടാവാം, +2 കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികളുണ്ടാവാം. എല്ലാവർക്കും ഇതൊരു റിവിഷൻ ടൈമാണ് നീറ്റിന് വേണ്ടിയിട്ടല്ലേ. സോ നമുക്ക് നല്ലൊരു റിവിഷൻ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാം. ഈ റിവിഷൻ ക്ലാസ്സസിൽ നമ്മൾ ചെറിയ കീ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിലോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് പേഴ്സണൽ മെസ്സേജ് ആയിട്ടോ അയച്ചു ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഞാൻ എല്ലാം ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. നമുക്ക് പഠിക്കാൻ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട് മക്കളെ? 31 ചാപ്റ്റേഴ്സ് ഉണ്ട് പഠിക്കാൻ ബയോളജിയിൽ. ഈ 31 ചാപ്റ്റേഴ്സിനാണ് നമ്മൾ ഈ 90 ക്വസ്റ്റ്യൻസ് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത് അല്ലേ. ഈ 90 ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്ന മാക്സിമം മാർക്ക് എത്രയാണ്? 360 മാർക്സ്. അപ്പം ഈ 360 മാർക്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബയോളജി പഠിക്കുന്നത് അല്ലേ. ഈ 360 മാർക്സ് എന്ന് പറഞ്ഞാൽ അത്ര ചെറിയ മാർക്സ് ഒന്നും അല്ല. നമ്മുടെ 720 മാർക്സിൽ നടക്കാൻ പോകുന്ന നീറ്റ് എക്സാമിൻ്റെ ഒരു കംപ്ലീറ്റ് പകുതി മാർക്കാണ് അല്ലേ, പകുതി മാർക്കാണ്. അപ്പം ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് നമ്മൾ ഈ 360 മാർക്സ് വാങ്ങിക്കുക എന്നുള്ളത്. അപ്പം നമുക്ക് നീറ്റിൽ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ബയോളജിക്ക് ഫുൾ മാർക്ക് വാങ്ങിച്ചാൽ അതിൻ്റെ പകുതി പണി തീർന്നില്ലേ. സോ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താ? റിവൈസ് ചെയ്യണം, പഠിക്കണം, കൺസെപ്റ്റ്സ് ക്ലിയർ ആവണം അല്ലേ. സ്പീഡ് വേണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യണം. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം നമ്മുടെ ഈ 31 ചാപ്റ്റേഴ്സിനെ ഒരു 70 ഡേയ്സ് സ്റ്റഡി പ്ലാൻ എന്നുള്ള രീതിക്ക് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ഇന്ന് മുതൽ നമ്മളത് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ദി ലിവിങ് വേൾഡ് എന്ന ചാപ്റ്ററാണ്. +1 ബയോളജി ടെക്സ്റ്റ് ബുക്കിലെ യൂണിറ്റ് 1 ആയ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷനിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. അപ്പം ഈ ചാപ്റ്ററിനെ പറ്റി പറയുമ്പം കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല എന്ന് വെച്ചിട്ട് നമുക്ക് ഈ ചാപ്റ്റർ നേരെ സ്കിപ്പ് ചെയ്യാനും പറ്റത്തില്ല. ഇതിനു മുമ്പേ 3 ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കപ്പെട്ടുള്ള ചാപ്റ്ററാണ് ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ. സോ നമുക്ക് ഈ ചാപ്റ്റർ സ്കിപ്പ് ചെയ്യാൻ ഒരിക്കലും പറ്റത്തില്ല. ലാസ്റ്റ് 2 ഇയറിലെ കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് തീരുമാനിക്കാനും പറ്റത്തില്ല. 2016 3 ക്വസ്റ്റ്യൻസ് വരെ ചോദിച്ചിട്ടുള്ള ചാപ്റ്ററാണ് ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷനിലെ ലിവിങ് വേൾഡ്. അപ്പം നമുക്ക് ആദ്യം ഇതിൽ ഏൺസ്റ്റ് മേയറിനെ പറ്റി പഠിക്കാം. അപ്പം ഏൺസ്റ്റ് മേയർ ആരാണ്? ഹി ഈസ് നോൺ ആസ് ദി ഡാർവിൻ ഓഫ് 20th century. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. Then he pioneered the currently accepted definition of biological species. Biological species അല്ലെങ്കിൽ biological species കോൺസെപ്റ്റില് സ്പീഷീസിന്റെ ഇന്നത്തെ വൈഡ്ലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഡെഫിനിഷൻ കൊടുത്തത് ആരാണ്? ഏൺസ്റ്റ് മേയർ ആണ്. അപ്പം ഡെഫിനിഷൻ ഓഫ് സ്പീഷീസ് എന്താണ്? ഗ്രൂപ്പ് ഓഫ് സിമിലർ ഓർഗാനിസംസ് വിച്ച് ക്യാൻ ഇന്റർബ്രീഡ് among themselves and can produce fertile offsprings. ഫെർട്ടൈൽ ആയ ഓഫ്സ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ഇന്റർബ്രീഡ് ചെയ്യാൻ കഴിയുന്ന ഓർഗാനിസത്തിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സ്പീഷീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു ഹോഴ്സിനെയും ഡോങ്കിനെയും സ്പീഷീസ് എന്ന് വിളിക്കാൻ പറ്റുമോ? ഹോഴ്സും ഡോങ്കിയും ഇന്റർബ്രീഡ് ചെയ്തിട്ടല്ലേ മ്യൂൾ ഉണ്ടാകുന്നത്. അവർ സ്പീഷീസ് ആണോ? അപ്പം അവരെ നമുക്ക് സ്പീഷീസ് എന്ന് വിളിക്കാൻ കഴിയില്ല. കാരണം എന്താണ്? ഈ ഡോങ്കിയും ഹോഴ്സും കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മ്യൂൾ എന്ന് പറയുന്നത് ഒരു ഇൻഫെർട്ടൈൽ ആയിട്ടുള്ള ഓർഗാനിസം ആണ്. അതിന് നെക്സ്റ്റ് ജനറേഷൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇല്ല. അപ്പം നമ്മൾ ഈ ഓർഗാനിസംസിനെ ഒരു സ്പീഷീസിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. മറിച്ച് 2 ബ്രീഡ്സ് ഓഫ് ഡോഗ്സ് എടുത്താലോ, നമ്മുടെ പഗ്ഗിനെ എടുക്കാം, ഒരു അൽസേഷനെ എടുക്കാം. ഇവർ തമ്മിൽ നമ്മൾ ഇന്റർബ്രീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഓഫ്സ്പ്രിങ് എന്ന് പറയുന്നത് ഒരു ഫെർട്ടൈൽ ഓഫ്സ്പ്രിങ് ആയിരിക്കാം. അപ്പം ഈ 2 ഓർഗാനിസംസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സ്പീഷീസിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ ഈ ഏൺസ്റ്റ് മേയറിന് ട്രിപ്പിൾ ക്രൗൺ ഓഫ് ബയോളജി എന്നറിയപ്പെടുന്ന 3 പ്രൈസുകൾ, അത് 3 പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പ്രൈസുകളാണ് കേട്ടോ. ഈ 3 പ്രൈസുകളും വിൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഏൺസ്റ്റ് മേയർ. ഏതൊക്കെയാണ് ആ 3 പ്രൈസുകൾ? ബാൽസൺ പ്രൈസ് 1983 ബാൽസൺ പ്രൈസ് എന്നൊരു പ്രൈസ് കിട്ടി. 1994 ഇന്റർനാഷണൽ പ്രൈസ് ഫോർ ബയോളജി അക്വയർ ചെയ്തു. അത് കഴിഞ്ഞ് 1999 ക്രാഫോർഡ് പ്രൈസ് അക്വയർ ചെയ്തു. ഈ 3 പ്രസ്റ്റീജിയസ് പ്രൈസും ട്രിപ്പിൾ ക്രൗൺ ഓഫ് ബയോളജി എന്ന് അറിയപ്പെടുന്ന പ്രൈസുകളാണ്. സോ കമ്മിങ് ടു ദി ചാപ്റ്റർ, ഫസ്റ്റ് നമ്മൾ എന്താ നോക്കുന്നത്? വാട്ട് ഈസ് ബയോളജി? സോ ബയോളജിൻ്റെ ഡെഫിനേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ബയോ മീൻസ് ലൈഫാണ്, ലോജി മീൻസ് സ്റ്റഡി ആണ്. സോ ഹൗ ക്യാൻ യു ഡിഫൈൻ ബയോളജി? ബയോളജി ഇസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ദി സ്റ്റഡി ഓഫ് ലൈഫ് ആൻഡ് ലൈഫ് പ്രോസസ്സസ് ഓർ ലിവിങ് ഓർഗാനിസംസ്. ലിവിങ് ഓർഗാനിസത്തിനെ പറ്റി പഠിക്കുന്നതോ ലൈഫോ ലൈഫ് പ്രോസസ്സിനെ പറ്റി പഠിക്കുന്ന ബ്രാഞ്ച് ഓഫ് സയൻസിനെ വിളിക്കുന്ന പേരാണ് ബയോളജി എന്ന് പറയുന്നത്. ദെൻ നമ്മുടെ എർത്തിൽ ലൈഫ് എവിടെയൊക്കെ എക്സിസ്റ്റിംഗ് ആണ്? ലൈഫ് ഈ പെൻസിലിൽ
ലൈഫ് ഉണ്ടോ? ഈ പെൻസിലിന് ലൈഫില്ല, പക്ഷേ പെൻസിലിന് ലൈഫ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്താ, ഞാൻ ഇത്ര നേരം കൈ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോൾ ഇതിലൊക്കെ ബാക്ടീരിയസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എൻ്റെ കയ്യിൽ, നമ്മൾ യൂസ് ചെയ്യുന്ന ഫോണിൽ, ഞാനിപ്പോൾ ഇരിക്കുന്ന ടേബിളിൽ, ഈ റെക്കോർഡ് ചെയ്യുന്ന ക്യാമറയിൽ, നമ്മൾ പഠിക്കുന്ന ബുക്സിൽ, ഇതിലെല്ലാം ലൈഫ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അവർക്ക് ലൈഫ് ഉണ്ടാവുന്നതല്ല, അതിൽ ലിവിങ് ഓർഗാനിസംസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ ഒരു ലിവിങ് ഓർഗാനിസംസിന് നമ്മൾ ലൈഫ് എന്ന് പറയും. ഓക്കെ, ബാക്ടീരിയാസ് ഉണ്ടാവും, ഫംഗസ് ഉണ്ടാകാം, സ്പോർസ് ഉണ്ടാകാം, ഇതൊക്കെ ലിവിങ് ഫോംസ് ആണ് അല്ലേ. അത് മാത്രമല്ല, ഈ ലൈഫ് എക്സ്ട്രീം ക്ലൈമാറ്റിക് കണ്ടീഷൻസിലും കാണപ്പെടാറുണ്ട്. ലൈക്ക് സോൾട്ട് വാട്ടർ, ആസിഡിൽ ഉണ്ടാവാറുണ്ട്, തെർമോ ആസിഡോഫിൽസ്, പിന്നെ ബോയിലിംഗ് വാട്ടറിൽ അല്ലെങ്കിൽ ബോയിലിംഗ് സ്ട്രീംസിൽ ഉണ്ടാവാറുണ്ട്, പിന്നെ സലൈനിറ്റിയിൽ ഉണ്ടാവാറുണ്ട്, ഡീപ്പ് ഓഷൻസിൽ ഉണ്ടാവാറുണ്ട്, ഐസിൽ ഉണ്ടാവാറുണ്ട്, ഗ്ലേഷ്യേഴ്സിൽ ഉണ്ടാവാറുണ്ട് അല്ലേ. അപ്പം എക്സ്ട്രീം ക്ലൈമാറ്റിക് കണ്ടീഷൻസിലും ഈ പറയുന്ന ലൈഫ് എക്സിസ്റ്റിംഗ് ആണ്. സോ നമുക്ക് പറയാം, ഈ പറയുന്ന ഓർഗാനിസംസ് അല്ലെങ്കിൽ മെയിൻലി ബാക്ടീരിയാസ് ഒക്കെയാണ് കേട്ടോ ഇത്ര എക്സ്ട്രീം ക്ലൈമാറ്റിക് കണ്ടീഷൻസിലൊക്കെ ഉണ്ടാവുന്നത്. എന്നാലും ലൈഫ് എല്ലായിടത്തും, എർത്തിലെ ഏതൊരു സാഹചര്യത്തിലും നമുക്ക് ലൈഫ് കണ്ടെത്താം അല്ലെങ്കിൽ ലൈഫ് എക്സിസ്റ്റിംഗ് ആണെന്ന് പറയാം അല്ലേ. അടുത്ത നമ്മൾ ലിവിങ്ങിനെ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. വാട്ട് ഈസ് ലിവിങ്? ഒരു ഒബ്ജക്റ്റ് ലിവിങ് ആണെന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇപ്പം ഞാൻ ലിവിങ് ആണെന്ന് എങ്ങനെ പറയാൻ പറ്റും? എക്സിബിറ്റിംഗ് ഗ്രോത്ത്. ഇപ്പം എൻ്റെ കൈ എവിടെയെങ്കിലും മുറിഞ്ഞാലോ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അത് റീജനറേറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ അതൊരു ഗ്രോത്ത്, ഒരു ടൈപ്പ് ഓഫ് ഗ്രോത്ത് അല്ലേ. അപ്പോൾ എക്സിബിറ്റിംഗ് ഗ്രോത്ത്. റീപ്രൊഡക്ഷൻ, നെക്സ്റ്റ് ജനറേഷൻ റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി. കോൺഷ്യസ്നെസ്, എന്നെ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ തിരിഞ്ഞു നോക്കും, കാരണം ഞാൻ എനിക്ക് കോൺഷ്യസ്നെസ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ എക്സ്റ്റേണൽ സ്റ്റിമുലൈ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിൽ ഉണ്ടാവുന്ന എക്സ്റ്റേണൽ സ്റ്റിമുലൈക്ക് റെസ്പോണ്ട് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. പിന്നെ ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ്, എനിക്ക് തന്നെ ജീവിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ തന്നെ ജീവിക്കാന്ന് ഉദ്ദേശിച്ചത് ഒറ്റയ്ക്ക് ജീവിക്കുക എന്നുള്ളതല്ല കേട്ടോ. എൻ്റെ ലൈഫ്, എൻ്റെ ബോഡി, എൻ്റെ ഉള്ളിലുള്ള ഓർഗൻസ് ഒക്കെ എൻ്റെ ലൈഫ് തന്നെ, അല്ലെങ്കിൽ എൻ്റെ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എൻ്റെ തന്നെ ഉള്ളിലുള്ള ഓർഗൻസ് ആണ്. വേറെ അപ്പുറത്തായിട്ടുള്ള ആളുടെ ഓർഗൻസ് ഒന്നും വന്നിട്ട് എനിക്ക് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്ത് തരില്ല. അപ്പോൾ ഇങ്ങനെ സെൽഫായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ഉള്ള ഓർഗാനിസംസിനെയാണ് നമുക്ക്, അല്ലെങ്കിൽ അതിനാണ് നമുക്ക് ലിവിങ് എന്ന് പറയാവുന്നത്. ഒരു ലൈഫ് അല്ലെങ്കിൽ ലിവിങ് ഓർഗാനിസം എന്താണെന്ന് പറയാം. ഒരു ലിവിങ് ഓർഗാനിസം, so what is living organism and definition of living organism? Living organisms are self-replicating, evolving, self-regulating, interacting system which are capable of responding to external stimuli. ഒരു ലിവിങ് ഓർഗാനിസത്തിൻ്റെ ഡെഫിനിഷനാണ്. ഇതെങ്ങനെ ഓർത്തിരിക്കാം? ഭയങ്കര ഈസി ആയിട്ടൊരു മെത്തേഡ് പറഞ്ഞുതരാം കേട്ടോ. RISES. ഇതൊന്ന് റിമെമ്പർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലിവിങ് ഓർഗാനിസത്തിനെ ഈസി ആയിട്ട് ഡിഫൈൻ ചെയ്യാം. എങ്ങനെയാടാ? എന്താടാ? റെസ്പോൺസ് ടു എക്സ്റ്റേണൽ സ്റ്റിമുലൈ, എക്സ്റ്റേണൽ സ്റ്റിമുലൈക്കുള്ള റെസ്പോൺസ്. ദെൻ ഇൻട്രാക്റ്റീവ് സിസ്റ്റം. ദെൻ S is for self-replicating, E is for evolving, S is for self-regulating. അപ്പം സെൽഫ് റെപ്ലിക്കേറ്റിംഗ്, ഇവോൾവിംഗ്, സെൽഫ് റെഗുലേറ്റിംഗ്, ഇൻട്രാക്റ്റീവ് സിസ്റ്റം വിച്ച് ക്യാൻ റെസ്പോണ്ട് ടു എൻ എക്സ്റ്റേണൽ സ്റ്റിമുലൈ ഈസ് കോൾഡ് ആസ് എ ലിവിങ് ഓർഗാനിസം. ഇനി മറന്നു പോരുത് കേട്ടോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലിവിങ് ഓർഗാനിസംസ് ആണ്. അപ്പോൾ ഒരു ലിവിങ് ഓർഗാനിസം, ഇപ്പോൾ ഈ പെൻസിൽ, ഞാനും ഈ പെൻസിലും തമ്മിലുള്ള ഡിഫറൻസ്, ഇതൊരു നോൺ ലിവിങ് ആണ്, ഞാനൊരു ലിവിങ് ആണ്. എങ്ങനെ ഇത് നോൺ ലിവിങ് ആണെന്നും ഞാൻ ലിവിങ് ആണെന്നും പറയാൻ പറ്റും? അത് ചില ക്യാരക്ടറിസ്റ്റിക്സിനെ ബേസ് ചെയ്തിട്ടാണ്. ആ ക്യാരക്ടറിസ്റ്റിക്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്, അല്ലെങ്കിൽ ആ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നാണ് നമ്മളിപ്പം നോക്കാൻ പോകുന്നത്. ഏതൊക്കെയാ? ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ, മെറ്റബോളിസം, സെല്ലുലർ ഓർഗനൈസേഷൻ ആൻഡ് കോൺഷ്യസ്നെസ്. ഇത്രയും കാര്യങ്ങളാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലിവിങ് ഓർഗാനിസം എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പിന്നെ ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷൻ ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻ്റ് എന്ന് നമ്മൾ പറയും. എന്തുകൊണ്ടാണ്? ഇൻ കേസ് ഓഫ് യൂണിസെല്ലർ ഓർഗാനിസം അല്ലെങ്കിൽ മൾട്ടിസെല്ലർ ഓർഗാനിസം എടുക്കുകയാണെങ്കിൽ, യൂണിസെല്ലർ ഓർഗാനിസംസ് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അമീബ ഡിവൈഡ് ചെയ്യും, ഗ്രോ ചെയ്യും. അവർ ഡിവൈഡ് ചെയ്യുകയാണ് അല്ലേ. ഡിവൈഡ് ചെയ്ത് ഗ്രോ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഡിവൈഡ് ചെയ്യുമ്പോൾ 2 സെല്ലുകളായി മാറും. അത് അവരുടെ ഗ്രോത്തുമാണ്, അതുപോലെ തന്നെ അവരുടെ നെക്സ്റ്റ് ജനറേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന റീപ്രൊഡക്ഷൻ മെത്തേഡും കൂടെ ആണ്. പിന്നെ മെറ്റബോളിസം, സെല്ലുലർ ഓർഗനൈസേഷൻ ആൻഡ് കോൺഷ്യസ്നെസ്, നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന വാട്ട് ഈസ് ഗ്രോത്ത്.
ഗ്രോത്ത് എന്താണ്? ഓവറോൾ ഇൻക്രീസ് ഇൻ മാസ് ഓർ സൈസ് ഓഫ് ടിഷ്യൂസ് ഓർ ഓർഗാനിസംസ് ഓർ ഇറ്റ്സ് പാർട്ട്. ഒരു ഓർഗാനിസം ആസ് എ ഹോൾ വളരുന്നതോ, ഒരു ഭാഗം വളരുന്നതോ, ഒരു ടിഷ്യൂ ഗ്രോ ചെയ്യുന്നതോ, ഇതിനെല്ലാത്തിനും നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? ഗ്രോത്ത് എന്ന് വിളിക്കാൻ പറ്റും. ഇനി ഇൻക്രീസ് ഇൻ മാസ് ആൻഡ് ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് സെൽസ് ആർ ട്വിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്രോത്ത്. ഇത് നമുക്കൊരു ക്വസ്റ്റ്യൻ ആയിട്ട് കിട്ടാനുള്ള സാധ്യതയുള്ള സെൻറ്റൻസ് ആണ്. ഇൻക്രീസ് ഇൻ മാസ് ആൻഡ് ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് സെൽസ് ആർ ദി ട്വിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്രോത്ത്. ഇനി ഈ ഗ്രോത്ത് എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? അതൊരു ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള പെർമനൻറ്റ് ഇൻക്രീസ് ഇൻ സൈസ് ഓഫ് എൻ ഓർഗാനിസം ആണ് അല്ലേ? അപ്പം ഞാനിപ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഗ്രോത്ത് എന്ന് പറയുന്നത് ഈ നമ്മുടെ ലൈഫിൻ്റെ ഡിഫൈനിങ് ഫീച്ചർ ആക്കാൻ പറ്റുമോ? നമ്മൾ ഈ പറയുന്ന മൗണ്ടൻസ് ഗ്രോ ചെയ്യും, സാൻഡ് ഡ്യൂൺസ് ഗ്രോ ചെയ്യും, ഗ്ലേസിയേഴ്സ് ഗ്രോ ചെയ്യും അല്ലേ? അല്ലെങ്കിൽ നമ്മൾ റിവറിലുള്ള വെള്ളം ഇൻക്രീസ് ചെയ്യും. ഇതൊക്കെ നമുക്ക് ഗ്രോത്ത് ആയിട്ട് കൂട്ടാൻ പറ്റുമോ? ഇതെല്ലാം ഒരു ടൈപ്പ് ഓഫ് ഗ്രോത്ത് അല്ലേ? അപ്പോൾ ഗ്രോത്ത് 2 ടൈപ്സ് ഉണ്ട്. ഒന്ന് ഇൻട്രൻസിക് ഗ്രോത്തും ഒന്ന് എക്സ്ട്രൻസിക് ഗ്രോത്തും. ഇൻട്രൻസിക് ഗ്രോത്ത് എന്ന് പറയുന്നത് ലിവിങ് ഓർഗാനിസത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഗ്രോത്ത് ഓഫ് ഓർഗൻസ്, ടിഷ്യൂസ്, ഓർഗൻ സിസ്റ്റം ആസ് എ ഹോൾ, ഇതെല്ലാത്തിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻട്രൻസിക് ഗ്രോത്ത്. എക്സ്ട്രിൻസിക് ഗ്രോത്ത് എന്താണ്? എക്സ്റ്റേണൽ ആയിട്ടുള്ള ഗ്രോത്ത് ആണ്. അല്ലെങ്കിൽ അക്യുമുലേഷൻ, ഗ്രോത്ത് ഓഫ് മൗണ്ടൻസ്, ഒരു സാൻഡ് ഡ്യൂൺസിൻ്റെ ഗ്രോത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്ട്രക്ഷൻ, ഇതെല്ലാമാണ് എക്സ്ട്രിൻസിക് ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രോത്ത് ആസ് എ ഹോൾ എക്സ്ട്രിൻസിക്കും ഇൻട്രിൻസിക്കും വരും അല്ലേ? അപ്പോൾ ക്യാൻ ഗ്രോത്ത് ബി ഡിഫൈൻഡ് ആസ് എ ഡിഫൈനിങ് പ്രോപ്പർട്ടി ഓഫ് ലൈഫ്? അപ്പോൾ നമുക്ക് ഗ്രോത്തിനെ ഡിഫൈനിങ് പ്രോപ്പർട്ടി ഓഫ് ലൈഫ് എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഗ്രോത്ത് ഇസ് നോട്ട് എ ഡിഫൈനിങ് പ്രോപ്പർട്ടി ഓഫ് ലൈഫ്. അടുത്തത് റീപ്രൊഡക്ഷൻ. റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഓഫ് ന്യൂ പ്രോജനീസ് ഓർ ദി നെക്സ്റ്റ് ജനറേഷൻ. നമ്മളെപ്പോലെ തന്നെയുള്ള സിമിലർ ഓർഗാനിസത്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പം 2 തരത്തിലുള്ള റീപ്രൊഡക്ഷൻ ഉണ്ട്, സെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. നമ്മളിപ്പോൾ ഒരു യൂണിസെല്ലുലർ ഓർഗാനിസത്തിനെ കൺസിഡർ ചെയ്യാണ്. ആ യൂണിസെല്ലുലർ ഓർഗാനിസം ഒരു സിംഗിൾ സെല്ലായിരുന്നത് 2 സെല്ലായിട്ട് മാറുക, ആ 2 സെല്ല് 4 സെല്ലായിട്ട് മാറുക, അങ്ങനെയാണ് അവരുടെ ഗ്രോത്ത് നടക്കുന്നത്. അതേ വഴി തന്നെയാണ് അവർ റീപ്രൊഡ്യൂസ് ചെയ്യുന്നതും. അപ്പം ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷൻ are synonymous in unicellular organisms. അപ്പോൾ എന്തുകൊണ്ട് യൂണിസെല്ലുലർ ഓർഗാനിസത്തിലെ ഗ്രോത്തും റീപ്രൊഡക്ഷനും സിനോണിമസ് ആയി അല്ലെങ്കിൽ സെയിം ആയി? മനസ്സിലായോ? കാരണം അവർ ഇൻക്രീസ് ചെയ്യുന്ന നമ്പർ തന്നെയാണ് അവരുടെ ന്യൂ പ്രോജനീസ് എന്ന് പറയുന്നത്, അത് തന്നെയാണ് അവരുടെ ഗ്രോത്ത് എന്നും പറയുന്നത്. സോ ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷൻ ആർ സിനോണിമസ് ഇൻ ദി കേസ് ഓഫ് യൂണിസെല്ലുലർ ഓർഗാനിസംസ്. ഈ പറയുന്ന റീപ്രൊഡക്ഷൻ നോൺ ലിവിങ് തിങ്സിൽ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? നോൺ ലിവിങ് തിങ്സ്, ഈ പേനനെ ഞാനിപ്പോൾ ഒടിച്ചു വെച്ചു എന്ന് വിചാരിക്കുക, ഈ പേനയ്ക്ക് ഇതേപോലെ തന്നെ പുതിയ പേനയായിട്ട് മാറാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇതിനെ പൊട്ടിപ്പോയ പേന 2 പേനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഇല്ല. അപ്പം നോൺ ലിവിങ് തിങ്സ് റീപ്രൊഡ്യൂസ് ചെയ്യത്തില്ല. അപ്പം നമുക്ക് റീപ്രൊഡക്ഷൻ്റെ ഡിഫൈനിങ് പ്രോപ്പർട്ടി ഓഫ് ലൈഫ് ആണെന്ന് പറയാൻ പറ്റുമോ? അതും പറയാൻ പറ്റില്ല. കാരണം ചില ഓർഗാനിസംസ് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ലാത്ത ഓർഗാനിസംസ് ഉണ്ട്, ലൈക്ക് വർക്കർ ബീസ്, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മ്യൂള്, പിന്നെ ഇൻഫെർട്ടൈൽ കപ്പിൾസ്. ഇവർക്കൊന്നും റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ അവരൊക്കെ ജീവിക്കുകയല്ലേ. അപ്പോൾ നമുക്ക് ഈ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഡിഫൈനിങ് പ്രോപ്പർട്ടി ഓഫ് ലൈഫ് ആയിട്ട് എടുക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല കേട്ടോ. അപ്പോൾ റീപ്രൊഡക്ഷൻ ഇസ് ഓൾസോ നോട്ട് എ ഡിഫൈനിങ് പ്രോപ്പർട്ടി ഓഫ് ലൈഫ്. അതുകൂടാതെ റീപ്രൊഡക്ഷൻ ഇസ് ഓഫ് 2 ടൈപ്സ്, ഒന്ന് സെക്ഷൽ റീപ്രൊഡക്ഷൻ, ഒന്ന് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. അപ്പം അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഒരു സിംഗിൾ ഓർഗാനിസം 2 ഓർഗാനിസമായിട്ട് ഗിവ് റൈസ് ചെയ്യുന്നതും, സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 2 ഓർഗാനിസംസ് കമ്പൈൻ ചെയ്ത് ഒരു പുതിയ ഓർഗാനിസം പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് വിളിക്കുന്നത്. റീജനറേഷൻ എന്താണ്? ദി എബിലിറ്റി ഓഫ് എൻ ഓർഗാനിസം ടു റീഗെയിൻ ഇറ്റ്സ് ലോസ്റ്റ് പാർട്ട്. ഇപ്പം നമ്മൾ പല്ലിയുടെ ഒക്കെ കേസിൽ നമ്മൾ പല്ലീനൊക്കെ എന്തെങ്കിലും ഉപദ്രവിക്കുകയാണെങ്കിൽ അത് എന്ത് ചെയ്യും? ഇവൻ്റെ വാല് മുറിച്ചിട്ടിട്ടോളൂ അല്ലേ? ആഫ്റ്റർ ദാറ്റ് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ആ പല്ലീനെ തന്നെ കാണുകയാണെങ്കിൽ ആ പല്ലിക്ക് വാലുണ്ടാവും. അതെങ്ങനെ സംഭവിക്കുന്നത്? ആ പല്ലിക്ക് അതിൻ്റെ വാൽ അല്ലെങ്കിൽ ടെയിൽ റീജനറേറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. ഒരു ലോസ്റ്റ് പാർട്ട് റീജനറേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ റീജനറേറ്റ് ചെയ്യണമെങ്കിൽ പെർട്ടിക്കുലർ ടൈപ്സ് ഓഫ് സെൽസ് ഒക്കെ വേണം. അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വേറെ ക്ലാസ്സിൽ ചാപ്റ്റേഴ്സിൽ പഠിക്കും കേട്ടോ. അടുത്ത ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് മെറ്റബോളിസം. So what is metabolism? Sum total of all the chemical reactions that is taking place in our body. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന എല്ലാ തരത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻസിൻ്റെ ഒരു കോമ്പിനേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെറ്റബോളിസം എന്ന് പറയുന്നത്. ഈ മെറ്റബോളിസം 2 തരത്തിലുണ്ട് കേട്ടോ. ഒന്ന് അനാബോളിസം, 2 കെറ്റബോളിസം. അനാബോളിസം എന്താണ്? കെറ്റബോളിസം എന്താണ്? Anabolism is building up process and catabolism is breaking down process. Anabolism building up process ആണ് എങ്കിൽ catabolism is breaking down process ആണ്. So what is anabolism? Building up process. Amino acids ഒക്കെ കമ്പൈൻ ചെയ്ത് പ്രോട്ടീൻ ആകുന്ന പ്രോസസ് ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. കാറ്റബോളിസം നമ്മുടെ ബോഡിയിലെ റെസ്പിറേഷൻ ഇസ് എ
കാറ്റബോളിക് പ്രോസസ്സ്. അപ്പം ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കാൻ ഒരു ഈസി വഴി പറഞ്ഞുതരാം. നമ്മൾ ഒരു ആനേനെയും ഒരു പൂച്ചേനെയും എടുക്കാം. ആന ഭയങ്കര വലുതല്ലേ, അപ്പം അനബോളിസം. പൂച്ച ഭയങ്കര ചെറുതല്ലേ, അപ്പം കാറ്റബോളിസം. ബ്രേക്ക് ചെയ്ത് കുഞ്ഞു കുഞ്ഞു പീസുകളാക്കി കാറ്റബോളിസം. ബിൽഡപ്പ് ചെയ്ത് വലിയ വലുതാക്കി വലിയ അനബോളിസം. എളുപ്പത്തിന് ഓർത്തിരിക്കാൻ പറ്റത്തില്ലേ? എല്ലാ ഓർഗാനിസംസും, ലെറ്റ് ഇറ്റ് ബി യൂണിസെല്ലുലർ ഓർഗാനിസംസ്, ലെറ്റ് ഇറ്റ് ബി മൾട്ടിസെല്ലുലർ ഓർഗാനിസംസ്, മെറ്റബോളിസം ഇല്ലാതെ അവരുടെ ലൈഫ് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ മെറ്റബോളിസം ഇസ് എ ഡിഫൈനിങ് പ്രോപ്പർട്ടി ഓഫ് ലൈഫ്. അടുത്ത ഡിഫൈനിങ് ക്യാരക്ടർ എന്താണ്? സെല്ലുലർ ഓർഗനൈസേഷൻ. നമ്മൾ പണ്ട് പഠിച്ചു, കുറേ ബയോമോളിക്യൂൾസ് എല്ലാം കൂടെ ചേർന്ന് സെൽ ഓർഗനൽസ് ആയി, സെൽ ഓർഗനൽസ് എല്ലാം കൂടെ ചേർന്ന് സെല്ലായി, സെല്ല് ഗ്രൂപ്പ് ഓഫ് സിമിലർ സെൽസ് കമ്പൈൻ ചെയ്ത് ടിഷ്യൂസ് ആയി, ടിഷ്യൂസ് കമ്പൈൻ ചെയ്ത് ഓർഗൻസ് ആയി, സിമിലർ ഫങ്ഷൻസ് ഉള്ള ഓർഗൻസ് എല്ലാം കൂടെ വന്നിട്ട് ഓർഗൻ സിസ്റ്റം ആയി, അതെല്ലാം കൂടെ ആസ് എ ഹോൾ ഓർഗാനിസം ഉണ്ടായി അല്ലേ. യൂണിസെല്ലുലർ ആകട്ടെ മൾട്ടി സെല്ലുലർ ആകട്ടെ, ഓൾ ഓർഗാനിസംസ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽ. സെൽ താഴെയുള്ള എന്തെങ്കിലും ലൈഫ് ആണെന്ന് പറയാൻ പറ്റുമോ? എനിത്തിങ് ലെസ് ദാൻ എ സിംഗിൾ സെൽ ഇസ് നോട്ട് കൺസിഡേർഡ് ആസ് എ ലിവിങ് ഓർഗാനിസം. ഒരു ലൈഫ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ അത് മിനിമം ഒരു സെല്ലായിരിക്കണം. എക്സാമ്പിൾ എടുക്കാം, ഒരു വൈറസിനെ എടുത്ത് നോക്കിയേ. ഈ വൈറസ് ഒരു നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നടക്കുന്ന സമയത്ത് എൻ്റെ ബോഡിയിൽ കയറുന്നതിന് മുമ്പ് ഒന്ന് ആലോചിച്ച് നോക്കിയേ, അത് ഒരു നോൺ ലിവിങ് ആണ് അല്ലേ. അതിൽ ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്, അതുപോലെ തന്നെ അതൊരു പ്രോട്ടീൻ കോട്ട് വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർ ലിവിങ് ആണോ? അല്ല. അതൊരു ഹോസ്റ്റ് ബോഡിക്കുള്ളിൽ കയറിയതിന് ശേഷം മാത്രമല്ലേ അവർ ലിവിങ് ആകുള്ളൂ. അപ്പം ഒരു സെൽ എന്താണ്? സ്ട്രക്ചറൽ ആൻഡ് ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലൈഫ് ആണ്. അപ്പോൾ ഒരു സെൽ എന്താണ്? ഫണ്ടമെന്റൽ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് എ ലിവിങ് ഓർഗാനിസം ആണ്. അപ്പോൾ എനിത്തിങ് ലെസ് ദാൻ എ സെൽ ഇസ് നോട്ട് കൺസിഡേർഡ് ആസ് എ ലിവിങ് ഓർഗാനിസം. സോ സെല്ലുലർ ഓർഗനൈസേഷൻ ഈസ് കൺസിഡേർഡ് ആസ് എ ഡിഫൈനിങ് പ്രോപ്പർട്ടി ഓഫ് ലൈഫ്. അപ്പോൾ സെല്ലുലർ ഓർഗനൈസേഷൻ ലൈഫിന്റെ ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി ആണ്. അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? കോൺഷ്യസ്നെസ് ആണ്. വാട്ട് ഇസ് കോൺഷ്യസ്നെസ്? കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് എബിലിറ്റി ടു സെൻസ് ദ സറൗണ്ടിങ് ഓർ എൻവയോൺമെന്റ് ആൻഡ് റെസ്പോണ്ട് ടു ദർ എൻവയോൺമെന്റൽ സ്റ്റിമുലൈ. ഇപ്പോൾ പുറത്തുനിന്നൊരു സ്റ്റിമുലൈ വരാം. അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് കോൺഷ്യസ്നെസ് ആണ്. It is the ability to sense the surroundings or environment, and also it's the capability of responding to the external stimuli. And ഈ stimuli ഫിസിക്കൽ ആകാം, കെമിക്കൽ ആകാം, ബയോളജിക്കലും ആകാം. ഇപ്പം എന്നെ ഒരാൾ വിളിച്ചു എന്ന് വിചാരിക്കാം, എന്നെ ഒരാൾ തട്ടി വിളിച്ചു, ഞാൻ തിരിഞ്ഞു നോക്കില്ലേ, അതെന്തുകൊണ്ടാണ്? എക്സ്റ്റേണൽ സ്റ്റിമുലൈ ആണ് അല്ലേ. എൻ്റെ കൈ പൊള്ളി, കൈ പെട്ടെന്ന് പൊള്ളി, ഒരു പാനിൽ പൊള്ളിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കൈ മാറ്റും അല്ലേ. അതെന്താണ്? എക്സ്റ്റേണൽ സ്റ്റിമുലൈ ആണ്. ഒരു സ്റ്റിമുലൈ വരുമ്പോൾ ഞാൻ അതിനെ റെസ്പോണ്ട് ചെയ്യുന്നു. ഇല്ല, റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ലൈഫ് ഉണ്ടെന്നാണോ? അല്ല, ലൈഫ് ഉണ്ടെന്നല്ല, എനിക്ക് എന്താ പറയുക, നമ്മൾ കോൺഷ്യസ് ആണ് എന്നാണ് പറയാൻ പറ്റുന്നത്. റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ കോൺഷ്യസ് അല്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ചില ആൾക്കാർ, കോമയിലൊക്കെയുള്ള ആൾക്കാർക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റാറില്ല അല്ലേ. പക്ഷെ അവർ വൺ ഓർ ദി അതർ വേയിൽ അവർക്ക് റെസ്പോൺസ് ഉണ്ടാകും. പക്ഷേ അവരുടെ ഓർഗൻ സിസ്റ്റംസ് ഒക്കെ റെസ്പോണ്ടിങ് ആയിരിക്കാം. പക്ഷെ അവർക്ക് എക്സ്റ്റേണൽ എൻവയോൺമെന്റിലോട്ട് എത്രത്തോളം റെസ്പോണ്ട് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഹ്യൂമൻ ബീങ്സിനാണ് സെൽഫ് കോൺഷ്യസ്നെസ് എന്നുള്ളൊരു പ്രോപ്പർട്ടി ഉള്ളത്. ഞാൻ എന്നുള്ളൊരു ഫീലിങ്സ് ഇല്ലേ, അതുള്ളത് ഹ്യൂമൻ ബീങ്സിനാണ്. ബാക്കി ഓർഗാനിസംസിന് സെൽഫ് കോൺഷ്യസ്നെസ് ഇല്ല. അപ്പം കോൺഷ്യസ്നെസ് ഇസ് ഓൾസോ കൺസിഡർഡ് ആസ് എ ഡിഫൈനിങ് പ്രോപ്പർട്ടി ഓഫ് ലൈഫ്. സോ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഡൈവേഴ്സിറ്റി ഇൻ ലിവിങ് വേൾഡ്. സോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സ്, ആനിമൽസ്, മൈക്രോ ഓർഗാനിസംസ്, എല്ലാ തരത്തിലുള്ള ഓർഗാനിസംസും നമ്മുടെ കാര്യത്തിൽ പ്രസൻ്റ് ആണ് അല്ലേ. ഇതിനെല്ലാത്തിനോട് കമ്പൈൻ ചെയ്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഒരു 1.7 to 1.8 മില്യൺ സ്പീഷീസിനെയാണ് നമ്മൾ ഇതുവരെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. ബാക്കി സ്പീഷീസിനെ യെറ്റ് ടു ഐഡൻറ്റിഫൈ ആണ് കേട്ടോ. അപ്പം നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന വാട്ട് ഇസ് മെഗാ ഡൈവേഴ്സിറ്റി. മെഗാ ഡൈവേഴ്സിറ്റി എന്താണെന്നാണ് പറയാൻ പോകുന്നത്. ഇപ്പം നമ്മൾ നമ്മുടെ എർത്തിനെ എടുക്കുകയാണെങ്കിൽ, നമ്മുടെ എർത്തിൻ്റെ ഇക്വേറ്റർ ഉണ്ട്, അതിൻ്റെ ട്രോപ്പിക് ഓഫ് ക്യാൻസറും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണും ഉണ്ട് അല്ലേ. സോ ദി റീജിയൻ ബിറ്റ്വീൻ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആൻഡ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ഇസ് കോൾഡ് ആസ് ദി റീജിയൻ ഓഫ് മെഗാ ഡൈവേഴ്സിറ്റി. ഈ റീജിയനിൽ ഒരു ഹ്യൂമിഡ്, ഒരു ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ആണ് ഉള്ളത്. സോ ദി റീജിയൻ ബിറ്റ്വീൻ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആൻഡ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ഇസ് കോൾഡ് ആസ് ദി റീജിയൻ ഓഫ് മെഗാ ഡൈവേഴ്സിറ്റി, ആൻഡ് മോസ്റ്റ് ഓഫ് ദി സ്പീഷീസ് ഐഡന്റിഫൈഡ് ബിലോങ് ടു ദിസ് ഗ്രൂപ്പ് ഓർ ദിസ് പ്ലേസ്. അപ്പോൾ അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് നോമൻക്ലേച്ചർ ആണ്. വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഈ ചാപ്റ്ററിൽ. What is nomenclature? Giving names to organisms in biology is called as nomenclature. അപ്പം ഇതിൽ വൈഡ്ലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ഓഫ് നോമൻക്ലേച്ചർ ആണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. ബൈ എന്ന് വെച്ചാൽ രണ്ടാണ്, നോമിയൽ എന്ന് വെച്ചാൽ നെയിംസ് ആണ്. അപ്പം രണ്ട് ഭാഗങ്ങളുണ്ട് കേട്ടോ നമ്മുടെ സയൻറ്റിഫിക് നെയിമിങ്ങിൽ. അപ്പം ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ജനറിക് നെയിമും രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് സ്പീഷീസ് എപ്പിത്തറ്റും ആണ്.
ജനറിക് നെയിം എന്ന് പറയുന്നത് ഫസ്റ്റ് നെയിമിംഗ് ആണ്. നമ്മളിപ്പോൾ ഒരു സയന്റിഫിക് നെയിം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആദ്യത്തെ നെയിം എന്ന് പറയുന്നത് ജനറിക് നെയിമും അത് ഫോളോ ചെയ്ത് രണ്ടാമത് വരുന്ന നെയിം എന്ന് പറയുന്നതാണ് സ്പീഷീസ് നെയിമും വരുന്നത്. ആൻഡ് ദിസ് ബൈനോമിയൽ നോമെൻക്ലേച്ചർ വാസ് പ്രപ്പോസ്ഡ് ബൈ കാൾസ് ലിനേയസ്. നമുക്ക് ഈ സയന്റിഫിക് നെയിം ചുമ്മാ ഒന്നും അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. ഈ സയന്റിഫിക് നെയിംസ് കൊടുക്കണമെങ്കിൽ എഗ്രീഡ് പ്രിൻസിപ്പിൾസിനെയും ലോസിനെയൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും. ആ ലോസ് അല്ലെങ്കിൽ ആ പ്രിൻസിപ്പിൾസ് പ്രൊവൈഡ് ചെയ്യുന്ന രണ്ട് ആൾക്കാരുണ്ട്. ആനിമൽസിനും നെയിംസ് കൊടുക്കാൻ വേണ്ടി പ്രിൻസിപ്പിൾസ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, പ്ലാന്റ്സിന് കൊടുക്കാൻ വേണ്ടി പ്രിൻസിപ്പിൾസ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ പ്ലാന്റ്സിന് കൊടുക്കാൻ വേണ്ടിയുള്ളത് ആരാണ്? ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമെൻക്ലേച്ചർ വരുന്നതാണ് ICBN. പ്ലാന്റ്സിന്റെ നെയിമിങ്ങിനുള്ളതാണ്. പിന്നെ ഇന്റർനാഷണൽ നെയിം ഫോർ സുവോളജിക്കൽ നോമെൻക്ലേച്ചർ ആണ് ICZN. ആനിമൽസിന്റെ നെയിമിങ്ങിന് പ്രിൻസിപ്പിൾസും അതുപോലെ തന്നെ ക്രൈറ്റീരിയാസും ഡിസൈഡ് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അതേ നമ്മുടെ താഴെ നോക്കിയേ, നമ്മൾ 2 ഹ്യൂമൻ ബീങ്സും കൊടുത്തിട്ടുണ്ട്, ഒരു ടൈഗറും കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഹ്യൂമൻ ബീങ്സിന്റെ സയന്റിഫിക് നെയിം എന്താണ്? ഹോമോ സാപ്പിയൻസ് എന്നാണ്. നമ്മുടെ ടൈഗറിന്റെ സയന്റിഫിക് നെയിം എന്താണ്? പാന്തറ ടൈഗ്രസ് എന്നാണ്. ഇനി ഈ സയന്റിഫിക് നെയിം എഴുതേണ്ടതിന് കുറച്ച് ക്രൈറ്റീരിയസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ക്രൈറ്റീരിയസ് എന്തൊക്കെയാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. യൂണിവേഴ്സൽ റൂൾസ് ഓഫ് നോമെൻക്ലേച്ചർ. നമ്മളിവിടെ കാണുന്ന മാഞ്ചിഫെറ ഇൻഡിക്ക എന്ന് പറയുന്ന നെയിം മാംഗോന്റെ സയന്റിഫിക് നെയിമാണ്. ഈ മാംഗോന്റെ സയന്റിഫിക് നെയിം എങ്ങനെയാണ് നമ്മൾ ഇത് എഴുതുന്നത്, അല്ലെങ്കിൽ ഈ റൂൾസ് ഓഫ് നോമെൻക്ലേച്ചർ, ഈ മാഞ്ചിഫെറ ഇൻഡിക്ക എന്ന പേര് വന്നതിന് കുറേ റൂൾസും ക്രൈറ്റീരിയാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് എഴുതുന്നതിനും പല സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അപ്പം അതിൻ്റെ ബയോളജിക്കൽ നെയിംസ്, ഈ സയന്റിഫിക് നെയിം അല്ലെങ്കിൽ ബയോളജിക്കൽ നെയിംസ് എപ്പോഴും ലാറ്റിനൈസ്ഡ് ആണ്. ലാറ്റിനിലാണ് ഈ ബയോളജിക്കൽ നെയിംസ് ഉള്ളത്. ആ ലാറ്റിനൈസ്ഡ് ആണെന്ന് കാണിക്കാൻ വേണ്ടി ഇത് പ്രിന്റ് ചെയ്യുമ്പം ഇറ്റാലിക്സിലാണ് പ്രിന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പം ഇറ്റാലിക്സിലാണ് ടൈപ്പ് ചെയ്ത് വെക്കുന്നത്. ഇനി ഇതിൻ്റെ ഫസ്റ്റ് നെയിം എന്ന് പറയുന്ന ഈ മാഞ്ചിഫെറ എന്ന് പറയുന്നത് ഇതിൻ്റെ ജീനസ് നെയിമും ഇൻഡിക്ക എന്ന് പറയുന്നതിൻ്റെ സ്പീഷീസ് നെയിമുമാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നെയിം ഓഫ് സയന്റിഫിക് നെയിം ഇസ് ജീനസ് നെയിം ആൻഡ് ദി സെക്കൻഡ് വൺ ഇസ് സ്പീഷീസ് നെയിം. പിന്നെ നമ്മൾ എന്താ പറയുന്നത്? ബോത്ത് ദി വേർഡ്സ്. ഇനി ഇവർ ടൈപ്പ് ചെയ്യുവാണെങ്കിൽ ഇറ്റാലിക്സിൽ ഇടണമെന്ന് പറഞ്ഞു. ഇനി ഇവർ ഹാൻഡ് റിട്ടൺ ആണെങ്കിലോ, ഇപ്പോൾ ഹാൻഡ് റിട്ടൺ ആണെങ്കിൽ നമുക്ക് ഇറ്റാലിക്സിലൊക്കെ എഴുതിയ പല ആൾക്കാർക്കും പല ഹാൻഡ് റൈറ്റിംഗ് ആണ് അല്ലേ. ഇറ്റാലിക്സിൽ എഴുതിയ കാര്യമുണ്ടോ? കാര്യമില്ല. അപ്പം ഇവരെ നമ്മൾ ഹാൻഡ് റിട്ടൺ ആകുമ്പം ഇവരെ സെപ്പറേറ്റ്ലി അണ്ടർലൈൻ ചെയ്യും. നോക്കിയേ, മാഞ്ചിഫെറയും ഇൻഡിക്കയും സെപ്പറേറ്റ്ലി നമ്മൾ അണ്ടർലൈൻ ചെയ്യും. അല്ലാതെ ഒറ്റയടിക്ക് ഇതേ മാഞ്ചിഫെറ ഇൻഡിക്ക എന്ന് പറഞ്ഞ് നമ്മൾ അണ്ടർലൈൻ ചെയ്യുമോ? ഇല്ല. ദി ജീനസ് നെയിം ആൻഡ് സ്പീഷീസ് നെയിം വിൽ ബി സെപ്പറേറ്റ്ലി അണ്ടർലൈൻഡ്. പിന്നെ നമ്മൾ പറയുന്നത് നമ്മുടെ ജീനസ് നെയിമിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഓഫ് ജീനസ് നെയിം വിൽ ഓൾവേസ് സ്റ്റാർട്ട് ഇൻ എ ക്യാപിറ്റൽ ലെറ്റർ ആൻഡ് ഫസ്റ്റ് ലെറ്റർ ഓഫ് സ്പീഷീസ് നെയിം വിൽ ഓൾവേസ് സ്റ്റാർട്ട് ഇൻ എ സ്മോൾ ലെറ്റർ. അപ്പോൾ ദേ ഫസ്റ്റ് ജീനസ് നെയിം ആയിരിക്കും വിച്ച് സ്റ്റാർട്ട്സ് ഇൻ എ ക്യാപിറ്റൽ ലെറ്റർ ആൻഡ് സെക്കൻഡ് വിച്ച് സ്പീഷീസ് നെയിം സ്റ്റാർട്ട്സ് വിത്ത് എ സ്മോൾ ലെറ്റർ. ഇത്രയാണ് നമ്മൾ പറയുന്ന റൂൾസ്. ഇനി ഇതിൽ കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനുണ്ട്. ഈ മാഞ്ചിഫെറ ഇൻഡിക്ക എന്നുള്ള സ്പീഷീസ് ഐഡന്റിഫൈ നെയിം ചെയ്തത് ആരാണ്? ലിനേയസ് ആണ്. അപ്പം നമ്മൾ ഇതിൽ സയന്റിഫിക് നെയിമിൽ ലിനേയസിൻ്റെ നെയിമും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. എന്ന് വെച്ചാൽ ഫസ്റ്റ് part of the name will be genus name, second part of the name will be the species name, and in case a third part is there, that will be the name of the scientist who discovered that. പക്ഷേ ഈ പറയുന്ന ലിനേയസിൻ്റെ നെയിം നമ്മളിപ്പോൾ ഇങ്ങനെ എഴുതുകയാണ്, മാഞ്ചിഫെറ ഇൻഡിക്ക ലിൻ എന്ന് എഴുതുകയെന്ന് വെച്ചോ. ദി മാഞ്ചിഫെറ ഇൻഡിക്ക ലിൻ എന്ന് എഴുതുകയെന്ന് വെച്ചോ. ഓക്കെ, മാഞ്ചിഫെറ ഇൻഡിക്ക ലിൻ എന്ന് ഞാൻ എഴുതി. ഇതിൽ മാഞ്ചിഫെറയും ഞാൻ അണ്ടർലൈൻ ചെയ്യും, ഇൻഡിക്കയും ഞാൻ അണ്ടർലൈൻ ചെയ്യും. പക്ഷേ ഈ പറയുന്ന ലിൻ എന്ന് പറയുന്നത് നമ്മൾ ഇൻ കേസ് ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ പ്രിൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റാലിക്സിൽ എഴുതത്തില്ല, നോർമൽ അറബിക്സിൽ എഴുതുള്ളൂ. അല്ലാന്നുണ്ട് നമ്മൾ ഹാൻഡ് റിട്ടൺ ആണെങ്കിൽ അതിനെ അണ്ടർലൈൻ ചെയ്യത്തും ഇല്ല. അപ്പം നമ്മൾ സയൻറ്റിഫിക് നെയിം മാത്രമേ അണ്ടർലൈൻ ചെയ്യത്തുള്ളൂ അല്ലെങ്കിൽ ഇറ്റാലിക്സിലാക്കുകയുള്ളൂ. ഒരിക്കലും ലിനേയസോ അല്ലെങ്കിൽ അതുപോലെ കണ്ടുപിടിച്ചിട്ടുള്ള സയൻറ്റിസ്റ്റുകളെ ഒരിക്കലും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുകയോ ഇറ്റാലിക്സിലാക്കുകയോ ചെയ്യത്തില്ല. Now moving on to classification. The process of assigning organisms in specific group based on easily observable characters. നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്ന അല്ലെങ്കിൽ ഈസി ആയിട്ട് നേരെ കാണുമ്പോൾ തന്നെ മനസ്സിലാകാവുന്ന ഈസി ഒബ്സർവബിൾ ക്യാരക്ടേഴ്സ് വെച്ചിട്ട് ഓർഗാനിസത്തിനെ ഡിഫറെൻറ്റ് ഗ്രൂപ്പുകളിലേക്ക് ആക്കുന്നതിനെയാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. ആ ഓരോ ഗ്രൂപ്പിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് ടാക്സ. അപ്പോൾ നമ്മൾ ഓരോ കുറേ ഓർഗാനിസത്തിന് ഇവിടെ എടുത്തു വെച്ചു, കുറേ ഓർഗാനിസത്തിന് ഇവിടെ എടുത്തു വെച്ചു, കുറേ ഓർഗാനിസത്തിന് ഇവിടെ എടുത്തു വെച്ചു, ബേസ്ഡ് ഓൺ ഈസിലി ഒബ്സർവബിൾ ക്യാരക്ടേഴ്സ്. ഇതിൽ ഓരോ ഗ്രൂപ്പിനെയും വിളിക്കുന്ന പേരാണ് ടാക്സ എന്ന്. മനസ്സിലായോ?
ടാക്സോണമി എന്താണ്? ഓരോ ടാക്സയിലേക്കും ഓർഗാനിസംസിനെ ക്ലാസിഫൈ ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ടാക്സോണമി. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ഉള്ളത്? നമ്മൾ ആദ്യം ഓർഗാനിസത്തിനെ ഐഡന്റിഫൈ ചെയ്യണം, പിന്നെ ഓർഗാനിസത്തിനെ നോമൻക്ലേച്ചർ നെയിമിങ് ചെയ്യണം, പിന്നെയാണ് ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യുക അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കാറ്റഗറീസിലോട്ട് ഓർഗനൈസ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ഐഡന്റിഫിക്കേഷൻ, നോമൻക്ലേച്ചർ ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് ലിവിങ് ഓർഗാനിസംസ്. ഇത് എന്തിൻ്റെ ബേസിസിലാണ്? എക്സ്റ്റേണലും ഇന്റേണലും ക്യാരക്ടേഴ്സിനെയും അതുപോലെ തന്നെ ഈസി ഒബ്സർവബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെയും ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓർഗാനിസംസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ടാക്സോണമി. ഇനി നമ്മൾ പറയാൻ പോകുന്ന പ്രോസസ്സസ് ദാറ്റ് ആർ ബേസിക് ടു ടാക്സോണമി. ടാക്സോണമി ചെയ്യുന്നതിന്, അല്ലെങ്കിൽ ടാക്സോണമി ഇസ് എ പ്രോസസ്സ് അല്ലേ, അത് ചെയ്യണമെങ്കിൽ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് വേണം, അല്ലെങ്കിൽ കുറച്ച് ബേസിക്സ് വേണം. അതെന്തൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്? ഒന്ന് ക്യാരക്ടറൈസേഷൻ, രണ്ട് ഐഡന്റിഫിക്കേഷൻ, മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ, നാലാമത്തെ നോമൻക്ലേച്ചർ. ഒരു ക്യാരക്ടറൈസേഷൻ ചെയ്യണം, അതിനുശേഷം ആ ഓർഗാനിസത്തിന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം ഇതിനെ പെർട്ടിക്കുലർ ടാക്സിലോട്ട് ക്ലാസിഫൈ ചെയ്ത് ഗ്രൂപ്പ് ചെയ്യണം. അതിനുശേഷം ആ ഗ്രൂപ്പിലിരിക്കുന്ന ഓർഗാനിസത്തിൻ്റെയും കൂടെ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ഈ ഓർഗാനിസംസിനെ നെയിം ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് ടാക്സോണമിയുടെ ബേസിക്സ് ആയിട്ട് വരുന്നത്. അടുത്തത് സിസ്റ്റമാറ്റിക്സ് എന്താണെന്ന് നോക്കാം. So the branch of biology that deals with study of diversity of life on earth and evolutionary relationship between different organisms. നമ്മുടെ ലൈഫിനെ പറ്റി, ഡൈവേഴ്സിറ്റി ഓഫ് ലൈഫ് ഓൺ എർത്തിനെ പറ്റി പഠിക്കുന്നതും അതിൻ്റെ എവല്യൂഷണറി റിലേഷൻഷിപ്പിനെ കുറിച്ച് പഠിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സിസ്റ്റമാറ്റിക്സ് എന്ന് വിളിക്കുന്നത്. ഇതിൽ എന്തൊക്കെയാണ് ഇൻവോൾവ് ആയിരിക്കുന്നത്? ഐഡന്റിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ ആൻഡ് നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിസംസ് അല്ലേ. ഇത് ഐഡന്റിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ ആൻഡ് നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിസംസ് ബേസ്ഡ് ഓൺ ദെയർ എവല്യൂഷണറി ഹിസ്റ്ററി. എവല്യൂഷണറി ഹിസ്റ്ററി കൺസിഡർ ചെയ്ത് ഓർഗാനിസംസിനെ ഐഡന്റിഫൈ ചെയ്ത് പേര് കൊടുത്ത് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സിലോട്ട് ക്ലാസിഫൈ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സിസ്റ്റമാറ്റിക്സ് എന്ന് വിളിക്കുന്നത്. സിസ്റ്റമാ നാച്ചുറേ എന്ന് പറയുന്നത് കാർൽ ലിന്നേയസ് പബ്ലിഷ് ചെയ്ത ബുക്കാണ്. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് വട്ടം നീറ്റിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്ത് നമുക്ക് ടാക്സോണമിക് കാറ്റഗറീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. ഇതെല്ലാം കൂടിയാണ് എന്ത്? നമ്മുടെ ടാക്സോണമിക് കാറ്റഗറീസിൽ വരുന്നത്. അതിൻ്റെ ലോവസ്റ്റ് ടാക്സോണമിക് കാറ്റഗറിയിലെ ടാക്സ് ഏതാണ്? സ്പീഷീസ് ആണ്. അപ്പോൾ ഹയസ്റ്റ് ഏതാണ് വരുന്നത്? നമ്മുടെ കിങ്ഡം ആണ് കേട്ടോ വരുന്നത്. നമ്മൾ സ്പീഷീസിൽ നിന്ന് കിങ്ഡത്തിലോട്ട് പോവാണ്. സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം എന്നൊക്കെ പറഞ്ഞിട്ട് സ്പീഷീസിന് കിങ്ഡത്തിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ കോമൺ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, കോമൺ ക്യാരക്ടേഴ്സ് ഡിക്രീസ് ചെയ്യും. മറിച്ച് നമ്മൾ കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസിന് താഴോട്ടാണ് നോക്കുന്നതെങ്കിലോ കോമൺ ക്യാരക്ടേഴ്സ് ഇൻക്രീസ് ചെയ്യും. സോ സ്പീഷീസ് എന്താ നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു അല്ലേ? ഗ്രൂപ്പ് ഓഫ് സിമിലർ ഓർഗാനിസംസ് വിച്ച് ക്യാൻ ഇന്റർബ്രീഡ് അമംഗ് ദംസെൽഫ് ആൻഡ് ക്യാൻ പ്രൊഡ്യൂസ് ഫെർട്ടൈൽ ഓഫ് സ്പ്രിങ്സ്. ഇത് ലോവസ്റ്റ് ടാക്സോണമിക് കാറ്റഗറിയാണ്. ഇനി നമ്മൾ അടുത്ത നോക്കുകയാണെങ്കിൽ ജീനസ്, ഗ്രൂപ്പ് ഓഫ് സിമിലർ സ്പീഷീസിനെ നമ്മൾ ജീനസ് ഗ്രൂപ്പ് ചെയ്യും. ഗ്രൂപ്പ് ഓഫ് സിമിലർ ജീനസിനെ നമ്മൾ ഫാമിലി ആയിട്ട് ഗ്രൂപ്പ് ചെയ്യും. ഗ്രൂപ്പ് ഓഫ് സിമിലർ ഫാമിലി നമ്മൾ ഓർഡർ ആയിട്ട് ഗ്രൂപ്പ് ചെയ്യും. ഗ്രൂപ്പ് ഓഫ് സിമിലർ ഓർഡറിനെ നമ്മൾ ക്ലാസ് ആയിട്ട് ഗ്രൂപ്പ് ചെയ്യും. ഗ്രൂപ്പ് ഓഫ് സിമിലർ ക്ലാസ്സിനെ നമ്മൾ ഫൈലമായിട്ട് ഗ്രൂപ്പ് ചെയ്യും. ഗ്രൂപ്പ് ഓഫ് സിമിലർ ഫൈലത്തിനെ നമ്മൾ കിങ്ഡം ആയിട്ട് ഗ്രൂപ്പ് ചെയ്യും. അപ്പോൾ കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ് എന്നുള്ളതാണ് നമ്മുടെ ടാക്സോണമിക് കാറ്റഗറീസ്. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ പ്ലാന്റ്സിലാണെങ്കിൽ ഫൈലം എന്നല്ല പറയുന്നത്, നമ്മൾ ഡിവിഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പ്ലാന്റ്സിൻ്റെ കേസിലാണെങ്കിലോ കിങ്ഡം, ഡിവിഷൻ, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. ഇത് ഡിസെൻഡിങ് ഓർഡറും അസെൻഡിങ് ഓർഡർ ഏതാണ്? സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, അല്ലെങ്കിൽ ക്ലാസ്, ഡിവിഷൻ, കിങ്ഡം. നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഓർഗാനിസംസ് ആൻഡ് ദ ടാക്സോണമിക് കാറ്റഗറീസ്. നമ്മളൊരു 4 ഓർഗാനിസംസിനെയും അവരുടെ ഡിഫറെൻറ്റ് ടാക്സോണമിക് കാറ്റഗറീസിനെയും കുറിച്ച് പഠിക്കാൻ പോവുകയാണേ. അപ്പോൾ നോക്കി, നമ്മുടെ ഹ്യൂമൻസിനെ എടുക്കുകയാണെങ്കിൽ അവരുടെ സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത് ഹോമോ സാപ്പിയൻസ് ആണ്. അപ്പോൾ സാപ്പിയൻസ് എന്താണ്? അവരുടെ സ്പീഷീസ് നെയിം. ഹോമോ ജീനസ് നെയിം. ഹോമിനിഡയാണ് ഫാമിലി. പ്രൈമേറ്റ് ആണ് ഓർഡർ. ക്ലാസ് മമാലിയ ആൻഡ് ഫൈലം കോർഡേറ്റ. ഇതാണ് മാൻ്റെ ടാക്സോണമിക് കാറ്റഗറീസ്. അപ്പോൾ ഏതൊക്കെയാണ്? ഫൈലം കോർഡേറ്റ, ക്ലാസ് മമാലിയ, ഓർഡർ പ്രിമേറ്റ, ഫാമിലി ഹോമിനിഡെ, ജീനസ് ഹോമോ, സ്പീഷീസ് സാപ്പിയൻസ്. ഓക്കെ. ഹൗസ് ഫ്ലൈയുടെ സയൻറ്റിഫിക് നെയിം എന്താണ്? മസ്ക ഡൊമസ്റ്റിക്ക. അപ്പം ഡൊമസ്റ്റിക് എന്താണ്? അവരുടെ സയൻറ്റിഫിക് നെയിമാണ്. മസ്ക എന്താണ്? ജീനസ് നെയിമാണ്. മസിഡെ എന്താണ്? അവരുടെ ഫാമിലി നെയിമാണ്. ഡിപ്റ്റീരിയ എന്താണ്? അവരുടെ ഓർഡർ നെയിമാണ്. ക്ലാസ് ഇൻസെക്ടയാണ്. ഫൈലം ആർത്രോപോഡ.
അടുത്തത് മാംഗോ ആണ്. മാംഗോയുടെ സയന്റിഫിക് നെയിം എന്താണ്? മാഞ്ചിഫെറ ഇൻഡിക്ക. നമ്മൾ നേരത്തെ എക്സാമ്പിൾസ് കണ്ടായിരുന്നു അല്ലേ? മാഞ്ചിഫെറ ഇൻഡിക്കയിൽ ഇൻഡിക്ക എന്താണ്? അതിൻ്റെ സ്പീഷീസ് നെയിം. മാഞ്ചിഫെറ ജീനസ് നെയിമാണ്. അനാകാർഡിയേസി ആണ് ഫാമിലി. സാപ്പിൻഡേൽസ് ആണ് ഓർഡർ. ഡൈക്കോട്ടിലെർനസ് ആണ് അവരുടെ ക്ലാസ്. പിന്നെ ആൻജിയോസ്പേംസ് ആണ് അവരുടെ ഡിവിഷൻ, ബിക്കോസ് ഇറ്റ്സ് എ പ്ലാന്റ്, അല്ലെങ്കിൽ ട്രീ ആയതുകൊണ്ട് തന്നെ അവർക്ക് ഡിവിഷൻ എന്നാണ് പറയുന്നത്, ഫൈലമല്ല. അടുത്തത് വീറ്റ്. വീറ്റും ഒരു പ്ലാന്റ് ആണ്. അവരുടെ സയന്റിഫിക് നെയിം എന്താ? ട്രിറ്റിക്കം ഈസ്റ്റിവം. ഈസ്റ്റിവം ആണ് അവരുടെ സ്പീഷീസ് നെയിം. ട്രിറ്റിക്കം ആണ് അവരുടെ ജീനസ് നെയിം. പോയേസിയെ ആണ് അവരുടെ ഫാമിലി നെയിം. ഓർഡർ പോയേൽസ് ആണ്. മോണോകോട്ടിലെർനസ് ആണ്. ഇവർ ആൻജിയോസ്പേംസ് ആണ്. ഇവരുടെ ഡിവിഷൻ ആൻജിയോസ്പേംസ് ആണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഡസ് നോട്ട് മാച്ച് അക്കോർഡിംഗ് ടു ദി റൂൾസ് ഓഫ് നോമൻക്ലേച്ചർ? ഈ കൊടുത്തിരിക്കുന്ന 4 ഓപ്ഷനിൽ റൂൾസ് ഓഫ് നോമൻക്ലേച്ചർ ഫോളോ ചെയ്യുന്നില്ലാത്തത് ഏത് ഓപ്ഷനാണെന്ന് നോക്കാം. ബയോളജിക്കൽ നെയിംസ് ആർ ജനറലി ഗിവൺ ഇൻ ലാറ്റിൻ. അപ്പോൾ ഓപ്ഷൻ എ കറക്റ്റ് അല്ലേ? സോ ഓപ്ഷൻ എ ഈസ് correct. Biological names are generally given in Latin. The first word in biological name represents genus, while the second name denotes the species epithet. Correct alle? Third option, while handwritten, both words of biological names are separately underlined. Correct alle? Separately ആണ് അവർ underline ചെയ്യുന്നത്. Both the words of biological name starts with a capital letter. Alla. The first name, that is generic name, will start with capital letter and the species name will start with a small letter. So ഈ ഓപ്ഷൻ തെറ്റല്ലേ? സോ ഓപ്ഷൻ സി തെറ്റാണ്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്ന ഏതാ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ബയോളജിക്കൽ നെയിംസ് ആർ ജനറലി റിട്ടൺ ഇൻ. ഏത് ലാംഗ്വേജിലാണ് നമ്മൾ ബയോളജിക്കൽ നെയിംസ് അല്ലെ സയന്റിഫിക് നെയിംസ് എഴുതുന്നതെന്ന് പറഞ്ഞത്? ലാറ്റിനിലാണ് അല്ലേ? സോ ഓപ്ഷൻ ബി ലാറ്റിൻ ലാംഗ്വേജ് ആണ് കറക്റ്റ് ആൻസർ. Question number 3 നോക്കിയേ. The scientific term used for the categories of organisms to study them is. ഏതാണ് കാറ്റഗറീസ്? അവർ കാറ്റഗറൈസ് ചെയ്തിട്ട് അവർ കാറ്റഗറി ആക്കിയിട്ടല്ലേ നമ്മൾ പഠിക്കുന്നത്. ആ ഒരു കാറ്റഗറിയുടെ പേരെന്താണ്? ടാക്സ എന്നാണ് അല്ലേ? സോ ഓപ്ഷൻ എ ടാക്സ ആണ് കേട്ടോ ആൻസർ. Which one of the following is not basis to taxonomy among the following process? അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന പ്രോസസ്സിൽ ഏതാണ് ടാക്സോണമിയിലെ ബേസിക്സിൽ വരാത്തതെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ക്യാരക്ടറൈസേഷൻ, ഐഡന്റിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ, നോമൻക്ലേച്ചർ. ഇത് 4ഉമാണ് എന്ത് ബേസിസ് ടു ടാക്സോണമി നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ ഇതിൽ ഏതാണ് അഡീഷണൽ വന്നിരിക്കുന്നത്? കളക്ഷൻ ഓഫ് സ്പെസിമെൻസ് അല്ലേ? അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? കളക്ഷൻ ഓഫ് സ്പെസിമെൻസ് ആണ് ആൻസറായി വരിക. അടുത്ത ക്വസ്റ്റ്യൻ, ICBN സ്റ്റാൻഡ്സ് ഫോർ. 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ ഇന്റർനാഷണൽ കോഡ് ഫോർ ബയോളജിക്കൽ നെയിമിംഗ്. ബി ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ. അടുത്തത് ഇന്ത്യൻ കോഡ് ഫോർ ബയോളജിക്കൽ നോമൻക്ലേച്ചർ. ഓപ്ഷൻ ഡി ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ. ഓപ്ഷൻ ബിയിലെ സെൻറ്ററും ഓപ്ഷൻ സിയിലെ കോഡുമാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഓപ്ഷൻ ഡി ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ അല്ലേ ആൻസർ. Next question, choose the correct statement about scientific names. They ensure that each organisms have only one name. Correct ആണ്. Description of any organism should enable the people to arrive at the same name. അതും correct അല്ലേ? They ensure that such a name should not be used for any other organisms. Correct ആണ്. യൂണിവേഴ്സലി ഒരു ഓർഗാനിസത്തിന് ഒരു നെയിം, ആ ഒരു ബേസിസിലാണ് നമ്മൾ സയന്റിഫിക് നെയിം കൊടുത്തത് അല്ലേ? അപ്പോൾ ആൻസർ എന്താണ്? ഓൾ ഓഫ് ദീസ് ആണ് കേട്ടോ ആൻസർ. ഓപ്ഷൻ ഡി. Choose the correct statements from the following. In case of plants, classes with a few similar characters are aligned in a higher category called as phylum. Plants in a phylum ആണോടാ? ഡിവിഷൻസ് അല്ലേ? സോ ഇത് തെറ്റിയ സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. Subcategories have also been developed in taxonomic hierarchy to facilitate more sound and scientific placement of various taxa. Yes, subcategories ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ്സ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ക്ലാസസ് ഇൻക്ലൂഡ് റിലേറ്റഡ് ഓർഡേഴ്സ്. യെസ്, ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ഓർഡേഴ്സിനെയാണ് നമ്മൾ ക്ലാസസ് എന്ന് വിളിക്കുന്നത്. കൺവോൾവുലേസിയ ഫാമിലി ഈസ് ഇൻക്ലൂഡഡ് ഇൻ പോളിമോണിയൽസ് ഓർഡർ. Convolvulaceae family is included in polynomials order on the basis of its floral characters. അതും കറക്റ്റ് ആയ സ്റ്റേറ്റ്മെന്റ് ആണ്. സോ 2, 3 and 4 are correct. Option 1 is wrong. Next question, match column 1 with column 2 for housefly classification and select the correct options using the codes given below. So family ഏതാണ് houseflyയുടെ? They comes under the family Muscidae അല്ലേ? Order Diphtheria, class Insecta, phylum Arthropoda. So A comes for C. So option C is the answer. Next question,
Choose the incorrect statements from the following. Each genus may have one or more than one specific epithets representing different organisms. Yes, correct ആണ്. ജീനസിലെ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് സ്പീഷീസ് ആണ് വരുന്നത്. അപ്പോൾ 1 or more than 1 വരാം. Potato and brinjal are two different species but belong to the genus Solanum. അതെ, പൊട്ടറ്റോയും ബ്രിഞ്ചലും സ്പീഷീസ് ഡിഫറെൻ്റ് ആണെങ്കിലും അവരുടെ ജീനസ് സൊലാനം ആണ്. Families are characterized on the basis of merely reproductive features of plant species. Merely reproductive species വെച്ചിട്ടാണോ ഫാമിലീസ് റിലേറ്റ് ചെയ്യുന്നത്? ഫാമിലീസ് കുറച്ചും കൂടെ ഒരു ഹയർ ഓർഡർ ടാക്സോണമി കാറ്റഗറിയാണ്. അപ്പം അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. Next one, order is a higher taxonomy category and is identified on the basis of aggregates of characteristics. Yes, different characteristics aggregates in the basis ലാണ് ഒരു higher taxonomy category തന്നെയാണ് order. അപ്പം that is also a correct statement. So option C is the answer. Next question, fishes, amphibians, reptiles and birds represents which taxonomy categories? Fishes is the class Pisces, class amphibians, class reptilia, class aves. So all this comes under class. So option A is the answer. The naming system which is practiced by biologists all over the world was given by who proposed binomial nomenclature? Carolus Linnaeus. Next question, in a taxonomic hierarchy, on moving from species to kingdom, the number of characteristics will increase, will remain same, will decrease or may increase or decrease. So what is the answer here? From species to kingdom. So what happens from species to kingdom? Common characters will decrease. Next question, which of the following option represents the correct classification of given organism? So the given organism is tiger and the scientific name is Panthera tigris. So the genus is Panthera, species is tigris. Okay. Now it comes under the family Felidae, order Carnivora, class Mammalia and phylum Chordata. So what comes the answer? Answer is option B. So it comes under phylum Chordata, class Mammalia, order Carnivora, family Felidae, genus Panthera and species tigris. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്ന അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പൊതുവെ ഒരു കുറച്ച് ഡൗട്ടും പേടിയും സംശയങ്ങളും ഒക്കെ ഉള്ളൊരു ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. അപ്പോൾ ആ ക്വസ്റ്റ്യൻസിന് എങ്ങനെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ നമുക്ക് നോക്കാം. അത് മാത്രമല്ല അസേർഷൻ റീസൺസിൽ അസേർഷൻ റീസൺ എന്ന് പറയുന്ന 2 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ഈ 2 സ്റ്റേറ്റ്മെന്റ്സിനെ കമ്പയർ ചെയ്തിട്ട് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ആ ഓപ്ഷൻസിൽ നിന്നാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ്സിന്റെ ആൻസർ സെലക്ട് ചെയ്തെടുക്കേണ്ടത്. ഫസ്റ്റ് ഓപ്ഷൻ വരുന്നത് ബോത്ത് അസേർഷൻ റീസൺ ആർ ട്രൂ ആൻഡ് റീസൺ ഇസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ എന്നാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ബട്ട് റീസൺ ഇസ് നോട്ട് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഓർ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ. മൂന്നാമത്തത് അസേർഷൻ ഇസ് ട്രൂ, റീസൺ ഇസ് ഫാൾട്ട്. രണ്ടാമത്തത് നാലാമത്തെ ലാസ്റ്റ് വൺ അസേർഷൻ ഇസ് ഫാൾസ്, റീസൺ ഇസ് ട്രൂ. അപ്പൊ ഈ 4 ഓപ്ഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Assertion, binomial nomenclature given by Linnaeus is being practiced by different biologists all over the world. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. Each name of systematics have 2 components, the generic name and the specific epithet. Yes, generic name specific epithet ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ നെയിമിനെ ബൈനോമിയൽ നോമെൻക്ലേച്ചർ എന്ന് വിളിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് ഈ നെയിംസ് എന്തായത് വൈഡ്ലി അക്സെപ്റ്റഡ് ആയതും അതുപോലെ തന്നെ എല്ലാ ബയോളജിസ്റ്റും യൂസ് ചെയ്യുന്നതും. കാരണം എന്താ, ഈ നെയിംസ് റിപ്പീറ്റഡ് ആകത്തില്ല. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ, ദി പ്രോസസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസം ഇസ് കോൾഡ് ടാക്സോണമി. ടാക്സോണമി എന്ന് പറയുന്നത് ദി പ്രോസസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസം ആണ്. അപ്പോൾ അസേർഷൻ ഇസ് ട്രൂ ആൻഡ് റീസൺ ഇറ്റ് ഇസ് മിയർലി ബേസ്ഡ് ഓൺ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് ഓഫ് ഓർഗാനിസം. ടാക്സോണമി എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് ഓഫ് ഓർഗാനിസംസ് മാത്രമാണോ? അല്ല, ബോത്ത് എക്സ്റ്റേണൽ ഇന്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ ടാക്സോണമി കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഈ ഓപ്ഷൻ തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ സി വരും, അസേർഷൻ ഇസ് ട്രൂ, റീസൺ ഇസ് ഫാൾസ്. അടുത്ത ക്വസ്റ്റ്യൻ, സിസ്റ്റമാറ്റിക്സ് ഇസ് എ സ്റ്റഡി ഓഫ് ഓർഗാനിസംസ്, their diversities but not the relationship among them. അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. സിസ്റ്റമാറ്റിക്സിൽ നമ്മൾ അവരുടെ റിലേഷനും കൂടെ എടുക്കാറുണ്ട്. അടുത്ത, സിസ്റ്റമാറ്റിക്സ് ഇസ് ഡിറൈവ്ഡ് ഫ്രം ലാറ്റിൻ വേർഡ് സിസ്റ്റമ. യെസ്, സിസ്റ്റമാറ്റിക്സ് ഡിറൈവ് ചെയ്തിരിക്കുന്ന ലാറ്റിൻ വേർഡ് സിസ്റ്റമിൽ നിന്നാണ്. അപ്പോൾ എന്താണ്? അസേർഷൻ ഇസ് ഫാൾസ്, റീസൺ ഇസ് ട്രൂ. അപ്പോൾ ഓപ്ഷൻ ഡി വരും കേട്ടോ ആൻസർ ആയിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ,
ജീനസ് മേ ഹാവ് വൺ ഓർ മോർ ദാൻ വൺ സ്പീഷീസ് എപ്പിത്തറ്റ്. യെസ്, ജീനസിന് ഒന്നോ അതിൽ കൂടുതലോ സ്പീഷീസ് എപ്പിത്തറ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ്, ജീനസ് കംപ്രൈസസ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് സ്പീഷീസ്. യെസ്, ജീനസ് ഒബ്വിയസ്ലി ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് സ്പീഷീസും കൊണ്ടാണുള്ളത്. അപ്പം അസേഷനും റീസണും കറക്റ്റ് ആണ്. അപ്പം ഓപ്ഷൻ എ ആണ് കേട്ടോ ആൻസർ. രണ്ടും എക്സ്പ്ലനേഷനും ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓർഡർ ഇസ് ദി അസംബ്ലേജ് ഓഫ് ഫാമിലീസ് വിച്ച് എക്സിബിറ്റ് എ ഫ്യൂ സിമിലർ ക്യാരക്ടേഴ്സ്. കറക്റ്റ് ആണ് അല്ലേ സ്റ്റേറ്റ്മെന്റ്. അടുത്തത് റീസൺ നോക്കിയേ. പ്ലാന്റ് ഫാമിലി പോളിമോണിയൽസ് ഇസ് ഇൻക്ലൂഡഡ് ഇൻ ദി ഓർഡർ സോളനേസിയെ ബേസ്ഡ് ഓൺ ദി ഫ്ലോറൽ ക്യാരക്ടേഴ്സ്. ആ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. പക്ഷേ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും തമ്മിൽ റിലേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ ഈ റീസൺ അസേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇതിന്റെ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ബി വരും. അസേഷൻ ഇസ് ട്രൂ, റീസൺ ഇസ് ട്രൂ, ബട്ട് റീസൺ ഇസ് നോട്ട് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേഷൻ. അപ്പൊ മക്കളെ, ചാപ്റ്റർ തീർന്നു. ഇനി ഇതിൽ സംശയങ്ങളും ഡൗട്ട്സും ക്ലിയർ ചെയ്യാനുള്ള സമയമാണ് അല്ലേ. അപ്പൊ ഇതിൽ എന്ത് ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിലും നിങ്ങൾ ഇതാ ചാറ്റ് ബോക്സിൽ ഇടുക, അല്ലെങ്കിൽ എനിക്ക് പേഴ്സണൽ മെസ്സേജസ് ആയിട്ട് അയച്ചു തരിക. ഞാൻ നിങ്ങൾക്കത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ ഫ്യൂച്ചർ ക്ലാസ്സസുമായി വീണ്ടും കാണാം. ബൈ.